ഈ മയക്കുവടിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തോ വനംവകുപ്പ്? ഉടൻ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും. വനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിക്കുന്നത് നോർത്തേൺ റീജിയണൽ വൈൽഡ് ലൈഫ് CCF, ഉമ IFS മറ്റുന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര വന്യജീവി നിയമത്തിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറായ SOP പ്രകാരം രൂപീകരിക്കുന്ന സമിതി രൂപീകരണം ഉടൻ നടക്കും. 6 പേരടങ്ങുന്നതാവണം ആ സമിതി എന്നാണ് നിയമം. ആ സമിതിയുടെ യോഗം ഉടൻ തന്നെ ചേരും. ആ യോഗത്തിൽ വെച്ച് കടുവയെ മയക്കുവടി വെക്കുന്നതിനും കൂട് വെച്ച് പിടികൂടുന്നതിനും സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന പ്രതിനിധി, അതുപോലെ തന്നെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ പ്രതിനിധി, മൃഗ ഡോക്ടർ, പ്രദേശത്തെ NGO പ്രതിനിധികൾ അടങ്ങുന്നതാണ് സംഘം. ഇവരെ ഉൾപ്പെടുത്തിയുള്ള സമിതിയുടെ രൂപീകരണത്തിന്റെ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങും. അതിന് പിന്നാലെ തന്നെ സമിതി യോഗം ചേരും. ആ സമിതിയുടെ റിപ്പോർട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ ഉത്തരവ് പുറപ്പെടുവിക്കും. ഇങ്ങനെ മാത്രമേ ഈ മയക്കുവടി വെക്കുന്ന കാര്യത്തിലെ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നുള്ളൂ. പക്ഷേ ശരവേഗത്തിൽ ആ നടപടികൾ പൂർത്തീകരിക്കാനുള്ള തീരുമാനമാണ് എടുക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വനം മന്ത്രി നൽകിയിരിക്കുന്നത്. അതിനടിസ്ഥാനത്തിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സ്ഥലത്തേക്ക് മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയയും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതായത് മയക്കുവടി വിദഗ്ധൻ കൂടിയായ അരുൺ സക്കറിയ എത്തുന്നതിന് തന്നെ, അതായത് ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അങ്ങോട്ട് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തുന്നത്. നിഷാദ്. ശരി, KR സാജു വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.